നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ ഫലങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് മൂല നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു മാസത്തെ ഫലം നോക്കാം. ജൂലൈ മാസത്തിൽ പകുതി വരെ മിഥുന മാസവും മലയാള മാസത്തിലെ മിഥുന മാസവും 16-ാം തീയതി മുതൽ കർക്കിടക മാസവും ആരംഭിക്കുന്നു. അതായത് 15-ാം തീയതി വരെ, ജൂലൈ 15 വരെ സൂര്യൻ മിഥുനം രാശിയിലും ജൂലൈ 16 ആകുമ്പോഴത്തേക്കും കർക്കിടകൻ രാശിയിലേക്ക് മാറും. മറ്റ് ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ശനിയാണെങ്കിൽ കുംഭൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. വക്രം എന്ന് പറഞ്ഞാൽ പിന്നോട്ടുള്ള സഞ്ചാരം എന്നാണ് അർത്ഥമെങ്കിലും ശനി യഥാർത്ഥത്തിൽ പുറകോട്ട് സഞ്ചരിക്കുന്നതല്ല, ഭൂമിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നത് കൊണ്ടും ഭ്രമണ വേഗതയിലുള്ള വ്യത്യാസം കൊണ്ടും പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നതാണെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രസഞ്ചാരം അതുവരെയുള്ള ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബുധൻ ജൂൺ അവസാനം തന്നെ കർക്കിടകത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ജൂലൈ 7 ആകുമ്പോൾ ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറും. ജൂലൈ 12 ആകുമ്പോൾ ചൊവ്വ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറും. രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലും തുടരുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജൂലൈ മാസത്തെ ഫലം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആദ്യത്തേത് മൂല നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പങ്കു ചേർന്നുള്ള കച്ചവടമൊന്നും അത്ര ലാഭകരമായിട്ട് തോന്നുകയില്ല. അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കും. കൂട്ടുകാരുമായിട്ട് ചേർന്നോ പങ്കാളികളുമായിട്ട് ചേർന്നോ ഒക്കെയുള്ള ബിസിനസ് അത്ര ഗുണകരമല്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്ത ചില ആനുകൂല്യങ്ങളും മറ്റുള്ളവർക്ക് കിട്ടുന്നത് മനസ്സിന് വേദനയെ ഉണ്ടാക്കും. നമ്മളാണ് അർഹര്, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല, നമുക്ക് വേണ്ടത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നമുക്ക് വലിയ വിജയങ്ങളൊന്നും നേടാൻ പറ്റിയെന്ന് വരികയില്ല. കാരണം 6-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ധനുക്കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പിന്നെ 7-ലാണ് ശുക്രനും സൂര്യനും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യ പകുതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ശുക്രന് 6, 7, 10 ഭാവങ്ങൾ നല്ലതല്ല, ശുഭഗ്രഹമാണെങ്കിൽ പോലും. ഒരേ കാര്യത്തിനായിട്ട് വീണ്ടും വീണ്ടും യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. ലക്ഷ്യം നേടുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ആഡംബര ചെലവ് വർദ്ധിക്കുന്നതാണ്. പഴയ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രായമായ ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആശുപത്രി ചെലവുകൾ വർദ്ധിച്ചേക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി കുറേ ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് ആദ്യ പകുതിയിൽ അല്ലെങ്കിൽ മിഥുനമാസം തീരുന്നവരെ അനുഭവപ്പെടുന്നത്. മിഥുനമാസം തീർന്ന് കർക്കിടക മാസം തുടങ്ങുമ്പോൾ സൂര്യനും രാശി മാറും, ശുക്രനും ഇതിനിടയിൽ രാശി മാറും, ചൊവ്വയും രാശി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ 2-ാം പകുതി ആകുമ്പോഴത്തേക്കും കേസുകളിലൊക്കെ തർക്കങ്ങളിലുമൊക്കെ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാകാം. പ്രതീക്ഷിച്ച രീതിയിൽ സഹായങ്ങൾ കിട്ടാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഇൻഷുറൻസ്, ലോണ്, ചിട്ടി, നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ ഇവയിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും ഭൂമിയുടെ ക്രയവിക്രയം നടത്താൻ സാധിക്കുകയും അതിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ധനലാഭം ലഭിക്കുകയുണ്ടാവും. എങ്കിലും നിരാശപ്പെടരുത്. നമ്മളൊരു പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും കാലക്രമത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. ഈ സമയത്ത് അതിന് തുടക്കമിടാനായിട്ട് സാധിക്കും. ബിസിനസ്സൊക്കെ ആണെങ്കിലും ഇത് മിഥുനമാസം മോശമാണ് അതുകൊണ്ട് ചെയ്യേണ്ട എന്നുള്ളതല്ല. വലിയ പ്രതീക്ഷകളില്ലാതെ ചെയ്താൽ മതി, വലിയ വൻ മനക്കോട്ടയൊന്നും കെട്ടാതെ. കാരണം 7-ര ശനിയൊക്കെ മാറിപ്പോയ ഒരു സമയമായിരുന്നു ഈ ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാട നക്ഷത്രക്കാർക്ക്. അപ്പോൾ ശനിയൊരു വക്രത്തിൽ വന്നതും വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലെ സ്ഥിതിയുമൊക്കെയാണ് ഒരു പ്രതികൂല അവസ്ഥയ്ക്ക്. അതുപോലെ സൂര്യൻ 7-ൽ, ശുക്രൻ 7-ലൊക്കെ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിന് കാരണമായിട്ടുണ്ട്. 4-ൽ രാഹു, അതൊക്കെ ബുദ്ധിമുട്ടിന് കാരണമായിട്ടുണ്ട്. കർമ്മഭാവത്തിൽ കേതു വരുന്നതും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രഹാവസ്ഥകൾ കുറച്ച് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലങ്ങൾ ഗുണകരമായിട്ട് വരുന്നതാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാനൊക്കെ മൂല നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടും
ദാമ്പത്യ രംഗത്ത് വലിയ പ്രശ്നമില്ലെങ്കിലും അഭിപ്രായങ്ങളിൽ ഭിന്നതയുണ്ടാകാൻ സാധ്യതയുണ്ട്. കമ്മീഷൻ, ഏജൻസി പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില്ലറ വ്യാപാരം ചെയ്യുന്നവർക്ക് സാമാന്യം ഗുണകരമാണ്, ഒറ്റയ്ക്ക് വ്യാപാരം ചെയ്യുന്നവർക്ക്. കൂട്ടുകച്ചവടത്തിലാണ് നിരാശയുണ്ടാകാൻ സാധ്യതയുള്ളത്. അടുത്ത പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നേടാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നതാണ്. ജോലിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, ഉത്തരവാദിത്വം വർദ്ധിക്കും. പക്ഷേ ധാരാളം സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കും. ശത്രുക്കളുടെ ഉദ്ദേശങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. തൊഴിലിൽ അസംതൃപ്തി ഉണ്ടാവും. ജോലി മാറണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഉപരിപഠനം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലെ പുതിയ പഠനം നടത്തുക, ഇതൊക്കെ കുറച്ച് നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. പൈതൃക സ്വത്തായിട്ട് കിട്ടിയ സ്ഥലമോ വീടോ ഒക്കെ വിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ സൗഹൃദങ്ങൾ ഗുണകരമാകുന്ന ഒരു കാലഘട്ടമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം കിട്ടും. മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമല്ല. കുറേ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. നിയമന ഉത്തരവൊക്കെ വൈകാനുള്ള സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും നിയമനം കിട്ടാനായിട്ട് കുറച്ച് താമസിക്കും. നിലവിലെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ലാഭം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കടങ്ങളൊക്കെ കുറച്ചൊക്കെ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഭാവിയെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചേക്കും കുറേയെങ്കിലുമൊക്കെ. പുതിയതായിട്ട് പല അറിവുകൾ, പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ പുതിയ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കലാരംഗത്തുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് ഗുണകരമായിരിക്കും. മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും കുറച്ച് ഗുണകരമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗം ധനുക്കൂറിലും ബാക്കി 3/4 ഭാഗം മകരക്കൂറിലുമാണ്. മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമാണ്. ആത്മീയ ചിന്താഗതിയൊക്കെ വർദ്ധിക്കും. തീർത്ഥാടനങ്ങളൊക്കെ നടത്തും. ക്ഷേത്രങ്ങളോ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കും. ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയൊക്കെ തുടങ്ങി വെക്കാൻ പറ്റുന്ന അവസരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അവർക്ക് കുറച്ച് അനുകൂലമായ നല്ല അധ്യാപകർ, നല്ല സഹപാഠികളൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. വാഹനത്തിൻ്റെ വായ്പ അല്ലെങ്കിൽ വീടിൻ്റെ വായ്പയൊക്കെ കുറേയൊക്കെ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ഞെരുക്കം കുറച്ചൊന്ന് മാറുന്ന സമയമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ഗുണകരമല്ല. കൂട്ടുകച്ചവടത്തിലൊന്നും അത്ര ലാഭം ഉണ്ടാവുകയില്ല ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക്. മാത്രമല്ല ഒരുപാട് ഉത്കണ്ഠകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊന്നും ഈ മാസം അനുകൂലമല്ല. മാസാവസാനം ആകുമ്പോഴത്തേക്കും കുറച്ച് ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. ജൂലൈ മാസത്തിൻ്റെ മധ്യം വരെ ഉത്രാട നക്ഷത്രക്കാർക്ക് കുറച്ച് ഭേദപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മമണ്ഡലത്തിൽ കുറച്ച് പരിണാമങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ആത്മീയ സാധനങ്ങൾ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ സമാധാനം നിലനിർത്താനായിട്ട് സാധിക്കും. വാഹന ഉപയോഗത്തിൽ കരുതൽ വേണം. അടുത്ത തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രായോഗിക രംഗത്ത് അത് ഉപയോഗിക്കാനും അതിലൂടെ ധനം സമ്പാദിക്കാനും ഒക്കെ സാധിക്കും. സ്വാശ്രയത്വം വർദ്ധിക്കും. സ്വന്തമായിട്ട് പണം ഉണ്ടാക്കുക, സ്വന്തം ബിസിനസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പാരിതോഷികങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ ജോലി ചെയ്യുന്നതിന് അഭിനന്ദനങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരൊക്കെ അഭിനന്ദിക്കും. മക്കളുടെ വിവാഹം, മക്കൾക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവും. സാഹിത്യ പ്രവർത്തകർക്കും കലാപ്രവർത്തകർക്കും ഗുണകരമായ സമയമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും ഏജൻസിയിൽ നിന്നൊക്കെ വ്യാപാരം വർദ്ധിക്കുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതി ആകുമ്പോഴത്തേക്കും ഒരുപാട് അലച്ചിലുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചെറിയ തോതിൽ അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. ജൂലൈ മാസത്തിൻ്റെ പകുതി വരെ, അതായത് മിഥുനമാസം തീരുന്നവരെ നമുക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിലനിൽക്കാൻ സാധിക്കും. സമയബന്ധിതമായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ അനുമതി രേഖകളൊക്കെ ലഭിക്കുന്നതാണ്.
ഭൂമിയുടെ ക്രയവിക്രയം മൂലം പൈസ ലഭിക്കും, പക്ഷെ കാലതാമസം ഉണ്ടായേക്കാം. പ്രണയ കാര്യത്തിലൊക്കെ തടസ്സം വരാനും ഇടയുണ്ട്. പക്ഷേ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി ആകുമ്പോഴത്തേക്കും ഈ അധിക ചിലവാണ് സൂക്ഷിക്കേണ്ടത്. അധിക ചിലവുകളും ആരോഗ്യ പ്രശ്നങ്ങളും അവർ സൂക്ഷിക്കുക. മറ്റ് കാര്യങ്ങളിൽ കുറച്ച് സ്വാശ്രയത്വം ലഭിക്കുന്ന കാലമാണ്. അവിട്ട നക്ഷത്രമാണ് അടുത്തത്. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക് രണ്ടാമത്തെ പകുതിയാണ് ഗുണകരം. അവിട്ടത്തിൻ്റെ ആദ്യ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ് വരുന്നത്. തൊഴിൽ അവസരങ്ങൾ തുറന്നു കിട്ടും, ബിസിനസ് അവസരങ്ങളും തുറന്നു കിട്ടും. ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് പ്രയോഗിക്കാനായിട്ട് കഴിയും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കുൽസിത പ്രവൃത്തികൾ എന്ന് പറയാം, നമ്മളെ അപമാനിക്കാനോ നമ്മുടെ ബിസിനസ് തകർക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടും. നമുക്ക് കുറേ ദൈവാധീനമൊക്കെ കിട്ടുന്നതാണ്. ലോണൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ബിസിനസ്സിന് വേണ്ടിയിട്ടോ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നവർക്കത് സാധിച്ചു കിട്ടും. പിന്നെ ഏത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, ബുദ്ധി നന്നായിട്ട് ഉപയോഗിക്കും. പലപ്പോഴും വളഞ്ഞ വഴികളെപ്പറ്റി കൂടെ ചിന്തിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എപ്പോഴും വളഞ്ഞ വഴി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേർവഴിക്ക് തന്നെ റിയാക്ട് ചെയ്യുക, ഏതൊരു കാര്യത്തിലും നേർവഴിക്ക് തന്നെ ചെയ്യുക. നേരിട്ട് പോയി തല്ലണമെന്നല്ല, മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. ആരോഗ്യപരമായിട്ട് ശ്രദ്ധ വേണ്ട സന്ദർഭമാണ്. ജൂലൈ മാസത്തിൻ്റെ ആദ്യത്തെ 2 ആഴ്ച ധൈര്യമൊക്കെ നല്ലതായിട്ട് വരുന്നതാണ്. കാരണം ചൊവ്വ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദശാധിപനാണ് ചൊവ്വ. അപ്പം ചൊവ്വ മൂലത്രികോണവും സ്വക്ഷേത്രവുമായ മേടത്തിൽ നിൽക്കുന്ന സമയം ഗുണകരമാണ്. ജൂലൈ 12 ആകുമ്പോഴത്തേക്കും ചൊവ്വ സ്ഥാനം മാറും, ഇടവത്തിലേക്ക് മാറും. അതുവരെയുള്ള സമയത്ത് നല്ല തൻ്റെ ഇടം ഉള്ള സമയമായിരിക്കും. മകരക്കൂറുകാരെ സംബന്ധിച്ച് അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കാനും വിജയിക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നല്ല പിന്തുണ ലഭിക്കുന്നതാണ്. പക്ഷെ അവരുടെ ജന്മക്കൂറിലാണ് ശനി വക്രത്തിൽ പുറകോട്ട് സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ അത്തരം ഒരു അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകും. പക്ഷെ സഹോദര ആനുകൂല്യം ലഭിക്കുന്നതാണ്. എതിർപ്പുള്ള ആൾക്കാരെ കൂടെ ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിന് നല്ലൊരു പരിധി വരെ വിജയിക്കുന്നതുമാണ്. രാഷ്ട്രീയക്കാർക്കത് ഗുണം ചെയ്യും. നമ്മുടെ എതിരാളികളെ പോലും കൂട്ടത്തിൽ നിർത്തി ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കും. കാർഷിക വൃത്തിയിൽ നിന്ന് താല്പര്യം ഉണ്ടാവുകയും അതിൽ നിന്ന് സാമാന്യം ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. കൃഷി കാര്യങ്ങളിൽ കുറേ താല്പര്യം ഉണ്ടാകുന്നൊരു സമയവുമാണ്. അടുത്ത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് പ്രവൃത്തികളിൽ കാലതാമസം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. പലപ്പോഴും യാത്രകൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ സമയം വെറുതെ പാഴായി പോകുന്നതായിട്ടൊരു വിഷമം തോന്നിയേക്കാം. പുതിയ തൊഴിൽ തേടി നടക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയൊന്ന് മാറാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് സാധിക്കണമെന്നില്ല, സാധിച്ചു കിട്ടണമെന്നില്ല. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുറച്ച് അനുകൂലമായ കാലമാണ്. പൈതൃക സ്വത്തായിട്ട് ലഭിച്ച ഭൂമി വിൽക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരത്തെ നിക്ഷേപമായിട്ട് വാങ്ങിച്ചിട്ട ഭൂമി വിറ്റേക്കാം. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം ചെയ്യും, അല്പം ലാഭം കിട്ടും. സാമൂഹ്യമായ അംഗീകാരവും ആദരവും ഒക്കെ മാസാവസാനത്തോടു കൂടി ലഭിക്കുന്നതാണ്. വീട്ടിലെ പ്രായമായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ്. സ്വതന്ത്ര നിലപാടുകൾക്ക് അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ് മാസം തുടങ്ങുന്ന സമയത്ത്. പ്രായോഗികമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ശനിയുടെ വക്രഗതി കുറേ സ്വാധീനം ചെലുത്തുന്നതാണ്. ജന്മക്കൂറിൽ കൂടെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അല്പം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. കഴിയുന്നതും വളഞ്ഞ വഴികൾ ഒഴിവാക്കുക. കാരണം അത് പിന്നീട് നമ്മൾ ഈ കർമ്മഫലം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുകൂടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെയുള്ള കാര്യം, കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പം വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കണം. വീട് വയ്ക്കാനോ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനോ
പാലുകാഴ്ച നടത്താനൊക്കെ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിലാണ് കൂടുതൽ സാധ്യത. മിഥുനം തീരുന്നതിന് മുമ്പ് ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജൂലൈ ഫലമാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൽ കൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ കുറേ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥ പലപ്പോഴും നേരിടും. പല കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ലക്ഷ്യം നേടാൻ കഴിയാതെ മനസ്സിന് നിരാശയുണ്ടാകും. സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം പരിക്കുകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സഹോദര ആനുകൂല്യം കിട്ടുന്ന സമയവുമാണ്. നിയമലംഘനത്തിൽ പോലും എത്തിച്ചേർന്നേക്കാം സാഹസിക പ്രവൃത്തികൾ. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചോളുക. കൂടുതൽ സാഹസത്തിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. വലിയ റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിലവിലെ ജോലി നമുക്ക് ചെലവുകൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഉപകരിക്കുന്നതാണ്. കടബാധ്യതകൾക്ക് കുറച്ചൊക്കെ പരിഹാരം തേടാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും കാര്യം നടന്നില്ല എങ്കിലും മക്കളുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷകളിലൊക്കെ അല്പ സമ്മർദ്ദം നേരിടുന്നതാണ്. പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്ന വ്യാപാരത്തിൽ അല്പം മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. ജൂലൈ 2ാം പകുതി മുതൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സൂര്യൻ സ്ഥാനം മാറുന്നു, ചൊവ്വ സ്ഥാനം മാറുന്നു. ബുധനും ശുക്രനും കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുമ്പം അവരുടെ കുറച്ചൊക്കെ ഭാഗ്യം തെളിയുന്നൊരു സമയവുമാണ്. പിന്നെ എന്നുവെച്ചാൽ ഓരോരോ നിലപാടുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാനും അത് നടപ്പിൽ വരുത്താനും ഒക്കെ ശ്രമിക്കുന്നതാണ്. അത് ഗുണകരമായിട്ട് വരുന്നതാണ്. അടുത്ത ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവരുടെ ജന്മക്കൂറിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണ്. സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം അറിയുകയും ചില സമയത്ത് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചിലപ്പോൾ സഹായം സ്വീകരിക്കുകയും പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ബന്ധങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി പരിശ്രമിക്കും. കുറേ പ്രതികൂലമായ അവസ്ഥകൾ ഈ പ്രൊഫഷണൽ രംഗത്ത്, അതിപ്പോൾ ഡോക്ടറായാലും ടെക്നോക്രാറ്റുകളായാലും, അതായത് IT മേഖലയൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നല്ല ശക്തമായ മത്സരം നേരിടേണ്ടി വന്നേക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്വന്തം ദേശം വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നതാണ്. നേട്ടങ്ങൾ കയ്യിലേക്ക് എത്താനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. പക്ഷേ നല്ല ആത്മബലമായിരിക്കും. ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഗുണകരമായ ബലം ഉണ്ടാകും. കാരണം ജൂലൈ പകുതിയാകുമ്പോഴത്തേക്കും ചൊവ്വ മാറില്ല. ജൂലൈ 12 ആകുമ്പോൾ ചൊവ്വ 3ാം ഭാവത്തിലോട്ട് മാറും. ചൊവ്വ 3ൽ നിൽക്കുന്നത് നല്ലതാണ്. വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. പാരിതോഷികമായിട്ട് പല കാര്യങ്ങളും ലഭിക്കും. ജോലി അംഗീകരിക്കപ്പെടും. കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടാകും. പിന്നെ കൂടുതൽ സാഹസങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ചൊവ്വയുടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ചൊവ്വ പകർന്നു തരുന്നതാണ്. കുറച്ച് ജാഗ്രത വേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ മാസം. പെട്ടെന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണകരമല്ല. അതിനുള്ളൊരു പ്രവണത ഉണ്ടാകും. അതൊന്ന് സൂക്ഷിക്കുക. പ്രായോഗിക തടസ്സങ്ങൾ പലതും ഉണ്ടാകും. അതിനെയൊക്കെ ക്രമത്തിൽ മാറ്റി മുന്നോട്ട് പോവുക. എടുത്തുചാടി തീരുമാനം എടുക്കുക, ശക്തമായ സമരങ്ങൾക്ക് പോവുക, ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം പറയേണ്ടടുത്ത് പറയണം. പക്ഷേ അക്രമമായിട്ടുള്ള ഒരു സ്വഭാവത്തിലോട്ട് പോകരുത്. അതിനൊക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും ഈ ചൊവ്വയുടെ എഫക്റ്റ് കൊണ്ടും ശനിയുടെ വക്രാവസ്ഥ കൊണ്ടുമൊക്കെ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. ഔദ്യോഗികമായിട്ട് തിരക്കേറും. അന്യദിക്കിലേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. നിയമനം കാത്തിരിക്കുന്നവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. പിന്നെ വിദേശയാത്രയ്ക്ക് പോകുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. വിദേശയാത്ര ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകും. ഊഹക്കച്ചവടം ലാഭകരമാകും. ഷെയർ മാർക്കറ്റ്, ഇതിൽ നിന്നൊക്കെ ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നവർക്കും ലാഭം ഉണ്ടാവും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്.
അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജന്മക്കൂറിൽ രാഹു സഞ്ചരിക്കുന്ന കാലമാണ്. 12 ശനി വക്രത്തിലാണ്. അവർക്ക് കുറേ കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ശരി എന്നൊക്കെയുള്ള കുറേ ഉത്കണ്ഠയും സംശയവും ഒക്കെ ഉണ്ടാകാം പല കാര്യങ്ങളിലും. നമ്മളെക്കാളും അർഹത കുറഞ്ഞ ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതേസമയത്ത് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കടബാധ്യത ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുന്നത് മനസ്സിന് പ്രയാസം സൃഷ്ടിച്ചേക്കാം. കടബാധ്യത അടച്ചു തീർക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. അതായത് കുറച്ചു കാലം കഴിഞ്ഞ് തന്നാൽ മതി പൈസ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുന്നവർ പെട്ടെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഒരു അങ്കലാപ്പിലാവും. അതാണ്. അതുപോലെ തന്നെ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തിൻ്റെ വിഹിതം സംബന്ധിച്ച് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മാസം അവസാനം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കർമ്മഗുണം ഉണ്ടാവും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മാസമാണ്. വാക്കുകൾ ഇത്തിരി കഠിനമായിരിക്കും. ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചൊവ്വയുടെയൊക്കെ സ്ഥിതി കൊണ്ട് നമ്മുടെ വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കും. പതിവിലും കൂടുതൽ പ്രവൃത്തിയെടുക്കേണ്ട അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകും. സഹോദര ഗുണം ലഭിക്കുന്നതാണ്. കലാവാസനകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. പ്രോത്സാഹനമൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും പ്രയോഗിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഉല്ലാസ യാത്രകൾക്കൊക്കെ കുറേയൊക്കെ അവസരങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ ഈ ചൊവ്വ മാറുന്നത് കൊണ്ടും ബുധശുക്രന്മാർ കർക്കിടകത്തിൽ വരുന്നു. അങ്ങനെയുള്ള പല പല ഗ്രഹമാറ്റങ്ങൾ കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ സാമാന്യ ഫലം. ഇത് വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്, എങ്കിലും പൊതുവായ ഫലങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. കടങ്ങളൊക്കെ തിരിച്ചടച്ച് സ്വസ്ഥമായ മനസ്സോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.